പലരുടെ വീട്ടിലും സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം വലിയ പ്രയാസത്തില്ല. ആർക്കും സമാധാനം കാരണം എന്തെന്നറിയോ? 3 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ സർവ്വചരാചരങ്ങളുടെയും ശാപം അവന് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നമ്മൾ സൂക്ഷിക്കാറില്ല. നമുക്ക് ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെയും ശാപം വാങ്ങി വെക്കുന്നവരെ നമ്മളിൽ പലരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന 4 കാര്യം. 1, ഇടത് കൈകൊണ്ട് വെള്ളം കുടിച്ച നിന്നെ എല്ലാവരും ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക. നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരാ. എപ്പോഴാ കുടിക്കണേ? നമ്മളധികം പേരും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരാ. എപ്പോഴാ? കാന അടിക്കുമ്പോ ഇല്ലേ? ഭക്ഷണം തിന്നുന്ന സമയത്ത് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരായിരിക്കുന്നവരിൽ പലരും. എന്തേ വാപ്പ, അല്ല നിനക്ക് വലത് കൈ തന്നില്ലേ വാപ്പ? നിനക്ക് ചോറ് വാരി തിന്നാൻ അള്ളാഹു വലത് കൈ തന്നിട്ടുണ്ട്. ആ ചോറ് വാരി തിന്നുന്നതിന്റെ ഇടയിൽ നിനക്ക് ആ വലത് കൈ കൊണ്ട് വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യ, ഇടത് കൈ കൊണ്ട് വെള്ളം എടുക്കുന്നു. നീ വലത് കൈ കൊണ്ട് വെള്ളം എടുക്കാത്തതിന് നീ പറയുന്ന കാരണം ക്ലാസ്സിൽ എച്ചില് പറ്റും അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് നിനക്ക് അത്ര സിമ്പിളായി പോയി. ഗ്ലാസിൽ എച്ചില് പറ്റുമെന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാ നമ്മൾ ആ സുന്നത്തിനെ ഒഴിവാക്കി കളയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ര ഈ നിസാരമായി പോയി പ്രവാചകന്റെ ഒരു സുന്നത്ത് അല്ലേ? പോട്ട്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കണ കാണാൻ നല്ല രസാ. ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുടിയാ. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പറഞ്ഞെന്ന് പറ? ഇടത് കൈയുണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കി കുടിയുണ്ടല്ലോ. എങ്ങനാ കുടിക്കേണ്ടതെന്ന് ആരാ പറഞ്ഞെന്ന്? എവിടെന്നാ പഠിച്ചേ? എങ്ങനാ വെള്ളം കുടിക്കേണ്ടത്? എങ്ങനാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിവാദം ഉണ്ടാക്കത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വെള്ളം കുടിക്കേണ്ടത് എങ്ങനാന്ന് ഉസ്താദ് ഇനിയിപ്പോ ഏത് കിതാബി ഉണ്ടെന്ന് ചോദിക്കാൻ നിന്നങ്ങനാണല്ലോ. എല്ലാവരും മൗലിദ് കടന്നു വരുമ്പോൾ നബി നടത്തിയിട്ടുണ്ടോ, സഹാബത്ത് നടത്തിയിട്ടുണ്ടോ, ഇമാമുമാർ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെന്താ പറയാനാ? എടാ നിന്റെ വാപ്പ നടത്തിയിട്ടുണ്ട്, അതന്നെ ഏറ്റവും വലിയ തെളിവ്. വേറെ തെളിവ്? നിന്റെ വാപ്പ മൗലിദ് ഓതിയിട്ടുണ്ട്, നിന്റെ വാപ്പായും വാപ്പാടെ വാപ്പായും നബിദിന റാലിക്ക് പോയിട്ടുണ്ട്, അതന്നെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ തെളിവ് ചോദിക്കാൻ നടന്നാ നീ തന്നെ തെളിവില്ലാതെ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയാ വെള്ളം കുടിക്കണ്ടേ? വെള്ളം ഒഴിയപ്പോ എല്ലാരും വെള്ളം കുടിക്കുന്ന ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കും. എങ്കിൽ കുടിക്കേണ്ടത് അങ്ങനല്ല. നമ്മുടെ ഉമ്മമാര് പണ്ട് പറയാറുണ്ട്, കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. പറയാറില്ലേ? ഉറങ്ങുന്ന വാപ്പ പറ, വലത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പറയില്ലേ? പറയും. കുടിക്കേണ്ടത് എങ്ങനാ? വലത് കൈ കൊണ്ട് കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുക. അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കണം. ഒരു അന്തസ്സുണ്ട് വാപ്പ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊരു അന്തസ്സുണ്ട്. പ്രവാചകന്റെ സുന്നത്തിനെ പുച്ഛിക്കുകയല്ല. അപ്പോഴും ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കുടിക്കുമ്പോ ആ ഒരു സുന്നത്ത് ഹയാത്താക്കിയ പ്രതിഫലം അള്ളാഹു നിനക്ക് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനും പറ്റാതെ വന്നാൽ മാത്രമാണ് ഇങ്ങനെ കുടിക്കേണ്ടത് കേട്ടാ. അതിനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കുടിക്കേണ്ടത്. അള്ളാഹു നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ ശാപം കിട്ടും. Download Moj.